2024 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്ന ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അതായത് 1, 2, 4 ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. അതേപോലെ തന്നെ മൗലിക അവകാശങ്ങൾ 6 ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഏത് അധ്യായത്തിലാണ്? 4-ാം അധ്യായത്തിലാണ്. അതേകൂട്ട് തന്നെ മൗലിക അവകാശങ്ങൾ 6 ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്ന ഏത് അവകാശത്തെയാണ്? ആൻസർ എന്ന് പറയുന്നത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശവുമാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26 എന്നാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. 1949 നവംബർ 26. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് മഹാത്മാഗാന്ധി. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം 1951. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. മൗലിക അവകാശങ്ങൾ 6 ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഹൃദയ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെയാണ് ഹൃദയ ആത്മാവ് എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച 1949 നവംബർ 26. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്ത വർഷം 1951 ആണ്. ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ശരിയല്ലാത്തത് 1 മാത്രമാണ് ശരിയല്ലാത്തത്. അതായത് ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണി എന്നായിരുന്നു, അതാണ് ശരിയല്ലാത്തത്. ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി. അപ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി. ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാരേ ജഹാം സേ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരാണ്? ആൻസർ മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാം സേ അച്ഛ എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ശരിയല്ലാത്ത 4 മാത്രം. അതായത് ഗാന്ധി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹം, അതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ശരിയായിട്ടുള്ളത്, ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. മഹാത്മാ എന്ന് ഗാന്ധിജി ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. എന്തൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. മഹാത്മാ എന്ന് ഗാന്ധിജി ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന 1, 3 സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് ദേശീയ മുദ്ര. 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത്. അപ്പോൾ ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത് 1947. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നെടുത്തതാണ് ദേശീയ മുദ്ര. അടുത്ത ക്വസ്റ്റ്യൻ, കുണ്ടറ വിളംബരം നടന്നത് എന്ന്? 1809 ജാനുവരി 11. കുണ്ടറ വിളംബരം എന്നാണ് നടന്നത്? 1809 ജാനുവരി 11. അടുത്ത ക്വസ്റ്റ്യൻ, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവനകൾ 1, 3 മലബാർ കലാപം നടന്നത് 1921. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. അപ്പോൾ മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. മലബാർ കലാപം നടന്നത് 1921. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്?
പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഗൗരി പാർവതി ബായിയാണ്. അപ്പോൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? മലബാർ കലാപം നടന്നത് 1921 മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ആൻസർ ആറ്റിങ്ങൽ കലാപമാണ്. പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചത് എന്ന് ചോദിച്ചാൽ 1805 നവംബർ 30. എന്നാണ് പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചത്? 1805 നവംബർ 30. 1805 നവംബർ 30. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ സ്വിറ്റ്സർലൻഡ് ആണ്. അപ്പം മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. കേരളത്തിൽ ഇപ്പോഴത്തെ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? ആൻസർ 94%. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മാനവ വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ സാക്ഷരതാ നിരക്ക് 94%. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം, സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം സോവിയറ്റ് യൂണിയനാണ്. ഫക്രാനംഗ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സത്ലജ് നദിയിൽ. അപ്പോൾ ഫക്രാനംഗ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ സത്ലജ് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഹോമി ജഹാംഗീർ ഭാവയാണ്. അപ്പോൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഹോമി ജഹാംഗീർ ഭാവ. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. താഴെ പറയുന്ന ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രിയാണ് ജോൺ മത്തായി. ദേശീയ ഊർജ സംരക്ഷണ ദിനമാണ് ഡിസംബർ 14. ദേശീയ ഊർജ സംരക്ഷണ ദിനമാണ് ഡിസംബർ 14. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അവിടെ 2021 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സമീപം ലാൻഡ് ചെയ്തു. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 2, 3 ശരിയല്ലാത്തത്. അപ്പോൾ ശരിയായത്, സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമാണ് ഇടനാടിന്. അതേപോലെ തന്നെ ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദികളും ചേർന്നതാണ്. അപ്പോൾ ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. അതേപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഉയരം. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തത് എന്ന് വെച്ചാൽ വാഴച്ചാൽ പത്തനംതിട്ടയാണ് ശരിയല്ലാത്തത്. തുഷാരഗിരി കോഴിക്കോട്, ചീയപ്പാറ ഇടുക്കി, പാലരുവി കൊല്ലം. ഇത് 3 ശരിയാണ്. തുഷാരഗിരി എവിടെയാണ്? കോഴിക്കോടാണ്. ചീയപ്പാറ ഇടുക്കിയാണ്. പാലരുവി കൊല്ലം. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. മത്സ്യഫെഡ് ആരംഭിച്ച 1984. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. അപ്പോൾ മത്സ്യഫെഡ് ആരംഭിച്ചത് 1984. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2 കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം. അപ്പോൾ കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം. അതേപോലെ തന്നെ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് 2, 4. അപ്പോൾ ശരിയായിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളമല്ല.
സൈലന്റ് വാലിയാണ്, അത് തെറ്റാണ്. അതേപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എന്ന് പറയുന്നത് പാമ്പാടിച്ചോലയാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എന്ന് പറയുന്നത് പാമ്പാടിച്ചോലയാണ്. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ജോഡി എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. കബനിയും കേരളത്തെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനിയും പാമ്പാറും. കബനി പാമ്പാർ ആണ് ശരിയായിട്ടുള്ളത്. വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നതിൽ ഏതാണ്? വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാ ക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക. എന്തൊക്കെയാണ് വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം എന്ന് വെച്ചാൽ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാ ക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക എന്നതാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ധർമ്മം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. താഴെ പറയുന്ന കടത്തീരമില്ലാത്ത ജില്ലയാണ് കോട്ടയം. കക്കാട് ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട. ഇന്ത്യയുടെ കിഴക്കൻ തീരസമുദ്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയല്ലാത്തത് 2ഉം 3ഉമാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ. അപ്പം ഇന്ത്യയുടെ കിഴക്കൻ തീരസമുദ്രം എവിടെയൊക്കെയാണ്? ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ്. അതേപോലെ തന്നെ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് 3ഉം 4ഉമാണ്. അപരദന തീവ്രത കുറവ്, താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. അപരദന തീവ്രത കുറവാണ്, താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. ഹിമാലയ നദികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തതാണ് 3ഉം 4ഉം. ശരിയായിട്ടുള്ളത് അതിവിസ്തൃതമായ പ്രദേശമാണ് ഹിമാലയ നദികൾ. അപരദന തീവ്രത കൂടുതലാണ്. അപ്പോൾ ഹിമാലയ നദികളിൽ ശരിയായവ ഏതൊക്കെയാണ്? അപരദന തീവ്രത കൂടുതലാണ്, അതേപോലെ തന്നെ അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണ്. താഴെ പറയുന്ന ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്താനാണ് ചോദിച്ചത്. പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ആൻസർ എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. നവശേവ, കാണ്ഡലയാണ്. അപ്പോൾ ഇന്ത്യൻ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നവശേവയും കാണ്ഡലയുമാണ്. താഴെ പറയുന്ന ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1ഉം 3ഉമാണ്. അതായത് കാരക്കോറവും സസ്കറും. അതായത് ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ് ഏതൊക്കെ? കാരക്കോറവും സസ്കറും. കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഇത് 3ഉമാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. ഏത് നദിയുടെ പോഷക നദിയാണ് കബനി നദി? ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? കബനി എന്ന് പറയുന്നത് കാവേരി നദിയുടെ പോഷക നദിയാണ്. 2027 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആൻസർ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ്. 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി. 18 ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. 2027 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീൽ. താഴെ പറയുന്ന ഏതൊക്കെ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്? ആൻസർ 3 മാത്രം. കാർഷിക മേഖല, വ്യവസായിക മേഖല, സേവന മേഖല. ഇത് 3 നിന്നുള്ളത് എന്തായിട്ട് ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്. കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നതിൽ നിന്ന് കണ്ടെത്തുക. കഥകളിയിലെ വേഷങ്ങളാണ് കത്തി, കരി, താടി, പച്ച, മിനുക്ക്. കത്തി, കരി, താടി, പച്ച, മിനുക്ക്. കളിക്കാരുടെ എണ്ണം 11ആയി നിശ്ചയിച്ചിട്ടുള്ള താഴെ പറയുന്ന ഏതൊക്കെ കളിയിലാണ്? ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ. ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോളാണ് കളിക്കാരുടെ എണ്ണം 11ആയി നിശ്ചയിച്ചിരിക്കുന്നത്. താഴെ പറയുന്ന മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് വെച്ചാൽ രാത്രിമഴയാണ് കൃതികളിൽ ഉൾപ്പെടാത്തത്. വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളാണ് ബദിരവിലാപം, ഋതുവിലാപം, കൊച്ചു സീത. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? ബദിരവിലാപം, ഋതുവിലാസം, കൊച്ചു സീത. താഴെ പറയുന്നവർ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ഹിലാരി ക്ലിൻ്റനാണ്. അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിൻ്റെ മൂല്യം എത്രയാണ്? 75 രൂപയാണ്.
ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം ഇനി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സംവിധാൻ സദൻ എന്നാണ്. ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് സംവിധാൻ സദനാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ഇസ്രയേലാണ്. താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ആൻ ഫ്രാങ്ക് ആണ്. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമാണ്. അത് ആരുടെ ജന്മദിനമാണ്? ആൻ ഫ്രാങ്കിൻ്റെ. ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്ന ഏതാണ്? ആൻസർ പുല്ല് ആണ്. ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? ചന്ദ്രശങ്കര തെങ്ങ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. വായ്പൊട്ടി ഏത് ജീവകത്തിന് കുറവാണ്? ജീവകം ബി. താഴെ പറയുന്നത് ശരിയായ ജോഡി എന്ന് പറയുന്നത് ദേശീയ പാർക്ക് സൈലന്റ് വാലിയാണ്. ദേശീയ പാർക്ക് സൈലന്റ് വാലി. ശാന്തി സ്വരൂപ് ഭട്നഗ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ശാസ്ത്രജ്ഞ. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ അവാർഡാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. താഴെ പറയുന്ന ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങളാണ് 1ഉം 4ഉം. നീല ലിറ്റ്മസിനെ ചുമപ്പാക്കുന്നു. അതേപോലെ pH മൂല്യം 7ൽ കുറവാണ്. അപ്പോൾ ആസിഡിൻ്റെ പൊതു സ്വഭാവം എന്താണ്? pH മൂല്യം 7ൽ കുറവാണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നതും ആസിഡിൻ്റെ പൊതു സ്വഭാവമാണ്. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിലുണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം 5 ആണ്. താഴെ പറയുന്ന സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനമാണ് ആസാം. ദോലന ചലനത്തിൽ പെടാത്തത് ഏതെന്ന് വെച്ചാൽ 2ഉം 4ഉമാണ്. അപ്പോൾ ദോലന ചലനത്തിൽ പെടുന്നത് ആട്ടുകട്ടിലിൻ്റെ ചലനം, അതേപോലെ തന്നെ ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം ദോലനത്തിൻ്റെ ചലനമാണ്. എന്തൊക്കെയാണ് ഉദാഹരണം? ആട്ടുകട്ടിലിൻ്റെ ചലനം, ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം. ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ്. ചന്ദ്രനെ അവസാനമായി കാലുകുത്തിയ ആള് യൂജി സെർനൻ ആണ്. യൂജി സെർനൻ. ലോക ജലദിനം മാർച്ച് 22. ജലദോഷം ഉണ്ടാകുന്ന രോഗകാരി വൈറസ്. ഏത് ഇനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത്? ഈഡിസ്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് HIV. നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് 120/mmHg. മനുഷ്യരിലെ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികളാണ് കാണുന്നത്? 206. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകമാണ് ഇനാമൽ. ഒരു മുതിർന്ന മനുഷ്യൻ്റെ ഹൃദയം 1 മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും? 72. പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമല്ലാത്തത് ടൈഫോയിഡ് ആണ്. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തത്. അപ്പോൾ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം പൊണ്ണത്തടി, പ്രമേഹം, ഹൃദ്രോഗം. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് മൃതസഞ്ജീവനി. ഇരവികുളം ദേശീയോദ്യാനത്തെ പ്രധാനമായി സംരക്ഷിക്കുന്നത് ഏത് ജീവിയാണ്? വരയാട്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടികൾച്ചർ. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ മികച്ച വിള നൽകുന്ന ഏത് വിത്തനങ്ങളാണ്? നെല്ലിൻ്റെ വിത്തനങ്ങളാണ് പവിത്ര, അന്നപൂർണ, ഹ്രസ്വ. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ചു നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ച സംവിധാനമാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് ആണ്.